ഇതുപോലെ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും, കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കടിക്കാനായിട്ട് വരുക, നമ്മൾ ഓടിയത് എന്ത് പറ്റും, ഇത് കടിക്കാനായിട്ട് വരും. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും ഇതുപോലെ പട്ടി കടിക്കാൻ വന്ന് എന്ത് ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഓടരുത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, റോക്കിക്കാം, നമ്മുടെ ഇതുപോലത്തെ സ്കൂൾ ബാഗ് ഉണ്ടാവും, കുട ഉണ്ടാവും. ഇതുപോലെ പട്ടി കടിക്കാൻ പറ്റുകയാണെങ്കിൽ സ്കൂൾ ബാഗ്, കുട, ഇത് അതിൻ്റെ മുമ്പിൽ പിടിക്കുക. അതിന് ഒന്നും പറ്റിയില്ല എന്ത് ചെയ്യുക, നമ്മുടെ ചെരുപ്പ് ഉണ്ടാവും, ചെരുപ്പ് പിടിക്കുക. അപ്പോൾ ആ പട്ടി എന്ത് ചെയ്യുക, ആ ചെരുപ്പേല സ്കൂൾ ബാഗിലൊക്കെ കടിച്ചോളും. ഈ സമയത്ത് നമ്മൾ രക്ഷിക്കാനായിട്ട് പറയുക, അല്ല ആരെങ്കിലുമൊക്കെ ഓടി വന്ന് നമ്മൾ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും നമ്മൾ ഓടാൻ ശ്രമിക്കരുത്. ഓക്കെ, ഓടാൻ ശ്രമിച്ചാൽ ഇത് ഉറപ്പായിട്ട് നമ്മുടെ പുറകെ വന്ന് കാലിലോ കയ്യിലോ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ റോഡിൽ വെച്ച് പട്ടി കടിച്ചു, ഈ അടുത്തുള്ളൊരു വീട്ടിൽ ചെല്ലുക, വീട്ടിൽ ചെന്നിട്ട് പട്ടി കടിച്ചു, ഞങ്ങൾക്കൊന്ന് കഴുകണം, അവർ സോപ്പും തരും വെള്ളവും തരും. അങ്ങനെ എത്രയും വേഗം നമ്മുടെ വീട്ടിൽ പോയല്ല, നമ്മൾ അടുത്ത് കാണുന്ന വീടുകളിലോ വെള്ളം കിട്ടുന്ന സ്ഥലത്തോ എന്ത് ചെയ്യുക, നല്ലപോലെ കഴുകുക. അപ്പോൾ കഴുകേണ്ട എങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം. ആ വീട്ടിൽ കയറി പട്ടി കടിച്ച ആ സമീപത്തുള്ളൊരു വീട്ടിൽ കയറി അവിടുത്തെ പൈപ്പ് തുറന്നതിന് ശേഷം നമ്മളിത് ഇങ്ങനെ മുറിവിലോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ തേച്ച് കഴുകാൻ പോരുത്, ആദ്യം തന്നെ ഈ വെള്ളം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. ഇതിനകത്തേക്ക് ആ മുറിവിലോട്ടൊക്കെ നല്ലപോലെ വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴുകിക്കൊണ്ടിരിക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോപ്പ് നമ്മൾ പതപ്പിക്കണം. സോപ്പ് ഇതുപോലെ നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, സോപ്പ് ഉപയോഗിച്ചും ഇങ്ങനെ ആ മുറിവിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. അത് അലക്കുന്ന സോപ്പോ കുളിക്കുന്ന സോപ്പോ എന്ത് സോപ്പായാലും കുഴപ്പമില്ല, അതിങ്ങനെ നല്ലപോലെ അതിനകത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വൈറസ് മുഴുവൻ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കുന്നതിനേക്കാളും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴിച്ച് കഴുകുന്നത്. അത് ആദ്യം തന്നെ ഇത് ചെയ്തിരിക്കണം. എപ്പോൾ കടിക്കുന്നു ആ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് മുഖത്തായാലും ശരി, കയ്യിലായാലും ശരി, എവിടെയായാലും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഓടിയേ പറ്റുമെന്നാണെങ്കിൽ നമുക്കൊരു ഗേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മതിൽ ചാടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മരത്തെ കയറാൻ പറ്റും. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഓടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഓടരുത്. ഈ രീതിക്ക് നിൽക്കുക, നമ്മൾ ധൈര്യപൂർവ്വം നിൽക്കുക, അതിനെ നേരിടുക. എന്ന് വെച്ചാൽ ഈ കുട കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അതിനെ നേരിടുക. നമ്മളെ കടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ബാഗിൽ ഒന്നുമില്ല, ഈ പട്ടി നമ്മളിങ്ങനെ കടിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവൻ്റെ പുറത്തിട്ടൊന്നും ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. എത്ര ഇടിച്ചാലും ഇവൻ കൂടുതൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിടിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ കണ്ണിട്ട് കുത്തുക, അല്ലെങ്കിൽ മൂക്കേട്ട് ഇടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഇവന്മാർ പിടിവിടും, ഇല്ലെങ്കിൽ ഇവർ കടിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യമാണ്, ഇവർ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ് പോയി, അപ്പോൾ കുറേ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, നമ്മൾ മുഖത്ത് കടി മേടിക്കരുത്, നമ്മുടെ ഈ കൈയിൻ്റെ ഉൾഭാഗത്തൊന്നും കടി മേടിക്കരുത്. എന്ന് വെച്ചാൽ മുഖത്തൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തലച്ചോറിലോട്ട് വൈറസ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ മുഖമൊക്കെ പൊത്തിപ്പിടിക്കുക, കഴുത്ത് പൊത്തിപ്പിടിക്കുക, കഴുത്തിനും മുഖത്തിനൊന്നും കടിയേക്കാതിരിക്കുക, അതൊക്കെ പൊത്തിപ്പിടിച്ച് വേണം കടി മേടിക്കാനായിട്ട്. അപ്പോൾ ഈ പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഥമ ശുശ്രൂഷ നൽകുക. അതിനുശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലെത്തി എത്രയും വേഗം വാക്സിൻ എടുക്കുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ വാക്സിനൊക്കെ കൊള്ളിയല്ല, അല്ലെങ്കിൽ വാക്സിനൊന്നും നിലവാരമില്ലെന്നൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, നമ്മുടെ ഈ സംഭവം വാക്സിനൊക്കെ നിലവാരമുണ്ട്. അത് ഈ പട്ടി കടിക്കുന്നതിൻ്റെ മുറിവിൻ്റെ പ്രശ്നം അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തും തലയിലൊക്കെ കടിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ തലച്ചോറിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാലിലും കയ്യിലൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ ബാധിക്കില്ല. അപ്പോൾ അതാണ് ആ ഒരു സമയത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകുക, വാക്സിൻ എടുക്കുക. അല്ലാതെ പട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ വേറൊരു മരുന്നും ഈ ലോകത്ത് ഇന്ന് വരെ നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, വാക്സിൻ എടുക്കുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം.